ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നേക്കുന്നത് ഇഫ്താർ സ്പെഷ്യൽ ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ നോമ്പുകാലത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. അതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് ചൂടായി വരുമ്പോൾ അതിലേക്ക് 5 ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്യുക. റവ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. ഒരുപാട് കുറുകുവാണെങ്കിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്താൽ മതി. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുക. കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കിസ്മിസ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നട്ട്സ് ഒക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയുള്ളി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത കിസ്മിസും നട്ട്സും ചെറിയുള്ളിയുടെ നമുക്ക് തരിക്കഞ്ഞിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.